എന്നിട്ട് ആ അണ്ടി ഒരെണ്ണം മറ്റേ 3D പ്രിന്റർ ആക്കിയിട്ട് നിനക്ക് വെച്ചു തന്നു. അതാ റെഗുലർ എടുത്തോണ്ടും പോയി. അത് റെഗുലർ എടുത്തോണ്ട് പോവുകയും ചെയ്തു. ഇപ്പൊ അണ്ടി ഇല്ലാത്തവനാണ് നീ. എനിക്കുണ്ട്. സൂപ്പർ സൂപ്പർ സൂപ്പർ. അയ്യോ ബ്രോ താങ്ക് യു സോ മച്ച് 50 മെമ്പർഷിപ്പ്. ഞാൻ തമാശ പറയല്ല, സീരിയസ് ആയിട്ട് വരയ്ക്കും അടിപൊളിയായിട്ട് ജോക്കി. ജോക്കിയുടെ മറ്റേ പേഴ്സണൽ അക്കൗണ്ടിന്റെ പേരെന്തായിരുന്നു ജോക്കി? ഇപ്പൊ ജോക്കിയുടെ പേഴ്സണൽ അക്കൗണ്ടിന്റെ പേരെന്തായിരുന്നു? വ്ളോഗർ സാവി. അതൊക്കെ ഡിലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. അല്ല, പടമൊക്കെ ഡിലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. പടമൊക്കെ ഡിലീറ്റ് ചെയ്തോ? അത് കുറച്ച് കിടപ്പുള്ളടാ. ഞാൻ ഇതൊക്കെ പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് എങ്ങനെയാണ് എല്ലാം അപ്ലോഡ് ചെയ്ത് വ്ളോഗർ സാവി കേറി നോക്ക്, കിഡിലാണ്. 9.5k വാച്ചിങ്, 7.2k ലൈക്ക് അടിച്ചിട്ടുള്ളൂ. എല്ലാവരും ലൈക്ക് അടിക്കാത്തവർക്ക് ലൈക്ക് അടിക്കാത്തവർക്ക് വേഗം ലൈക്ക് അടിക്കണേ. ബ്രോ യു നോ ഹൗ ടു യൂസ് AI. Why don't you create Ghibli style images? Meanwhile, what I create? കടമേ പോണേ, ഒരു ഹെൽപ്പ് ചെയ്യാവോ? കാരണം നാളെ നമ്മുടെ റൊണാൾഡോയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിയെ നേരിട്ട് കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അതെന്തായാലും പറ്റത്തില്ല. അപ്പോൾ നീ പറ്റുവാണെങ്കിൽ നിന്റെ ഒരു കഴിവ് വെച്ചിട്ട് ഒരു നല്ലൊരു എഡിറ്റ് ചെയ്യാവും. ഇതിനെ ആ ചെറിയ സ്പാൻഡറും കൊണ്ട് കൊടുക്ക്. ഇപ്പൊ ശരിയായിട്ട് ആര് കണ്ടാലും ഒറിജിനൽ ആണേ പറയുള്ളൂ. സൂപ്പർ. നീ ഒരു വട്ടം എമ്പരാൻ കണ്ടതല്ലേ, പിന്നെ എന്തിനാ കാണണ? വീണ്ടും ടിക്കറ്റ് എടുക്കണേന്ന്. ഈ ഒരു ഒറ്റ സീൻ മതി വില്ലംബ്രോ. ഈ പടം എന്റെ അമ്മ. പൃഥ്വിരാജ് പറഞ്ഞില്ലായിരുന്നു ഓൾറെഡി മോഹൻലാൽ മുണ്ടെടുത്ത് വരുന്ന സീക്വൻസ് ഒന്നും ഉണ്ടാകത്തില്ല, അതല്ല വാട്ട് വി ആർ മേക്കിംഗ് എന്ന് പറഞ്ഞ പുള്ളി ഒരു വീഡിയോ പറഞ്ഞായിരുന്നു. പക്ഷെ ഈ ഒരു ഒറ്റ സീൻ ഉണ്ടല്ലോ, ഞാനിപ്പോ തുടക്കം പറഞ്ഞതേ ഉള്ളൂ. മറ്റേ ലേസർ വരുന്നത് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ച, മറ്റേ സാഗര ജാക്കിലുണ്ടല്ലോ ആ സാധനം. സാഗര ജാക്കിലല്ലേ ആ ലേസർ വരുന്നതാണുള്ള. പക്ഷെ ഈ ഒരു ഒറ്റ സീൻ ഇത് മതി. പിന്നല്ല ഈഗിൾ ബ്രോ മറ്റേ ബെല്ലാരിയുടെ എന്താടാ മറ്റേ ബെല്ലാരിയുടെ പുതിയ ഗ്യാങ് വണ്ടി ഉണ്ടായിരുന്ന? ഇല്ല കാണണ്ട. ഇത് ഡിസ്കോഡ് കുറച്ച് നോക്കട്ടെ, എന്നിട്ട് ഞാൻ അല്ലാത്ത വീഡിയോ റിയാക്ട് ചെയ്യാം. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങിയതോടെ കുറെ ആർട്ടിസ്റ്റ് അവർക്കൊക്കെ ഭയങ്കര ഫീൽ ബാഡ് ആയി തുടങ്ങി. കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് ഇത്രയും ഇതൊക്കെ കാണുമ്പോ ഗൈസ് ബാലിന്റെ വീഡിയോ ഞാൻ കാണാന്ന് പറഞ്ഞല്ലേ ഗൈസ്. ഞാൻ കുറച്ച് ഡിസ്കോ ട്രോൾസ് ഒന്ന് നോക്കിക്കോട്ടെ. ഇങ്ങനെ സ്പാം ചെയ്യല്ലേ പ്ലീസ്. ഞാൻ കണ്ടോളാം പ്ലീസ്. കണ്ടിട്ടേ പോവുള്ളൂ, ഞാൻ അതും കണ്ടിട്ടേ പോത്തുള്ളൂ പ്ലീസ്. ദയവ് ചെയ്ത് ഞാൻ കുറച്ച് നേരം നോക്കിക്കോട്ടെ. ആ പറടാ. സ്റ്റാലിൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് കാണാം. ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഇതിനകത്ത് ലിങ്ക് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു സ്കൈ. ഓക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ലെന്ന ഫ്യൂഡൽ കോംപ്ലക്സ്. അതിനാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസി. മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ ഇന്നേ പാകിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ദ്രോഹം നാളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ആളിപ്പടരും. That will destroy the country, but there will be
സാധനം വേറൊരാൾക്ക് എന്തായാലും പറയാൻ പറ്റത്തില്ല. എല്ലാം കൂടെ ഡ്രോയിങ്സ് മാത്രമായി. ക്യാമറ This camera. So that you don't need all of these. Yes, this is the light camera, and this is a proper camera with a ton of cool features. First of all, you get focal length of 28mm, 70mm, and even 150mm right on this. And when you click a picture, 5 cameras capture the picture at the same time, allowing you to change the focus later using their app. You can പക്ഷെ വലിയ ക്വാളിറ്റി ഇല്ല. see the left or using digital zoom. By the way, this is a camera and not a phone. So you get raw, unprocessed, sharp images like this, unlike iPhone pictures. You can even shoot videos using these cameras and they turn out really good. There's a built-in 256GB laser autofocus and sensors to warn you if your fingers are blocking the lenses. This is a great small അതൊന്നും പറഞ്ഞില്ല. കിലോ എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. ഒന്നാമത്തെ കാര്യം, ആരുടെയും ഒരു സെക്കൻഡ് ചോയ്സ് ആവാൻ നിൽക്കാതിരിക്കുക. രണ്ടാമത്തെ, ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരാളെയും മറ്റുള്ളവരെ മുന്നിൽ വെച്ച് തരം താഴ്ത്തി സംസാരിക്കും. ചിലപ്പോൾ ആ മുറിവ് ഉണക്കാനോ ജീവിതത്തിൽ അവരുടെ ക്ഷമ ചോദിക്കാനോ നിങ്ങൾക്ക് ഒരു അവസരം ലഭിച്ചെന്ന് വരുന്നു. എനിക്ക് മനസ്സിലായില്ല. വണ്ടിയും കുണ്ടിയും നമ്മൾ അവൻ അപ്പോഴത്തേക്കിനും അവന്റെ റീൽസിൽ ഉണ്ടായിരുന്ന എല്ലാം അപ്ലോഡ് ചെയ്ത് തന്നവൻ. വീഡിയോ മ്യൂസിക് എന്റെ ഫോണിൽ എടാ അവൻ കയ്യില് മറ്റേ ഡ്രം ആപ്പിൽ
ഒരു മിനിറ്റ് ചോക്കി, കുറച്ച് പുറകിലോട്ട് പോകാനാണോ? ആർക്കറിയാം ജോക്കി, ഞാൻ ഉടനെ ഒരു ആനിമി ഫാൻ ആവും ഉറപ്പായിട്ട്. അണ്ണാ ഞാൻ വരച്ച എനിക്ക് വയസ്സായത് മോനെ എങ്ങനെയാടാ ഇത്? ഏത് പെൻസിൽ? ഇതെന്ത് പെൻസിലടാ ഇത്? ഒരു സൈഡ് മാത്രം ജോയിന്റ്. ഉറപ്പായിട്ടും വേറെ ആരാ? ഉറപ്പ്. സുരേഷ് റൈന. എന്റെ അമ്മോ ക്യാച്ചുണ്ടോ? ഏതല്ല പക്ഷെ സുരേഷ് റൈനക്കൊക്കെ നമ്മളെ ഇരുന്ന് കണ്ടതല്ലേ കൊത്തിയത് ഇൻസ്റ്റാഗ്രാമില് കരഞ്ഞു വിളിച്ച് കേട്ടാ. നീ അന്ന് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ടായ ഓർമ്മയുണ്ടോ രഘുലെ? അതെന്നളിയാ കരഞ്ഞു വിളിച്ചളിയാ. വീഡിയോ കോളൊക്കെ നമ്മൾ ചെയ്ത് ശരിക്കും അത് പോസ്റ്റ് ചെയ്യണമായിരുന്നു. അതായിരുന്നു പോസ്റ്റ് ചെയ്യേണ്ട സമയം. ഞാൻ സംഭവം ഞാൻ പറഞ്ഞായിരുന്നു ഈഗിൾ പോസ്റ്റ് ചെയ്തില്ല. ഇടുന്ന ഗുണങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. നാളെ കഥകിന്റെ അവിടെ രാവിലെ ഒന്ന് കൊട്ടുമ്പോണ്ടല്ലോ അവനായിരിക്കും മുന്നിൽ വന്നിരിക്കണേ, മനസ്സിലായ?
അവനെ ആയിരിക്കും നീ നിന്റെ തന്തയുടെ തന്തയും കണി കാണുന്നു, മനസ്സിലായോ? അപ്പൊ അവൻ വീട്ടിൽ കയറി ഞങ്ങൾ അന്ന് ഇതുപോലെ ആ പയ്യനെ വീട്ടിൽ പോയി കണ്ട് പുള്ളിയുടെ അവ അയച്ച മെസ്സേജും അവ ചെയ്ത് കാണിച്ച കാര്യവും ഞാൻ നേരെ കൊണ്ടുവന്ന് അവന്റെ അമ്മയ്ക്കും അവന്റെ അച്ഛനെയും പിടിച്ചിരുത്തിയിട്ട് ഇതുപോലെ കാണിച്ചു കൊടുത്തിട്ട് കാര്യം പറഞ്ഞ് അമ്മ ഇതുപോലെയാണ് സംഭവം. സാരൊക്കെ കണ്ടപ്പം ഞങ്ങൾക്ക് ഷോക്ക് അടിച്ച് അടൂര് എനിക്ക് അതിൻ്റെ അടുത്താ. അപ്പോൾ ഞങ്ങൾ പോയി അങ്ങനെ കാണിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇതായിട്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ ലാസ്റ്റ് അവരുടെ സംസാരം കേട്ടപ്പം എനിക്ക് ചെറുക്കൻ്റെ കാര്യം പോട്ടെ, അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയും സംസാരം കുടുംബത്തിലുള്ളൂ നാളെ, അതുകൂടെ ആലോചിച്ചിട്ട് കൊണച്ചോണം കേട്ടോ. അവൻ ഹാക്കിങ് മറ്റേ പരിപാടിയൊക്കെ നടത്തുന്നവനാണ്. അവൻ വരും നിന്റെ വീട്ടുകാരെ നോക്കിയിരുന്നോ പരിപാടി.